അങ്ങനെ പിള്ളേരില്ലല്ലോ, ആ കുടുംബത്തിൽ വേറെ ആർക്കും പിള്ളേരില്ല. അത് പിള്ളേരാവുകയാണല്ലോ. ഞാൻ, എൻ്റെ ചേട്ടനെ, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മോനെ, പെങ്ങളുടെ മക്കൾ, അങ്ങനെ മൊത്തം 5 പേരാണ്. ഞങ്ങൾക്ക് 5 പേർക്കും കുട്ടികളില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ കൺസീവ് ആയാലും അത് അബോഷനായി പോകും എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വട്ടം കൺസീവ് ആയിട്ടും പോയപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം തന്നെ ബ്രദർ പറഞ്ഞു, എന്നാ സംഭവിച്ചാലും പോകത്തില്ല, ആ കൊച്ചിനെ നിന്റെ ഉദരത്തിൽ വെക്കുവാന്ന് പറഞ്ഞാ പ്രാർത്ഥിച്ച്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. 5 പേർക്ക് ആ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നിന്റെ ഉദരത്തിൽ കുഞ്ഞിനെ കർത്താവ് വയ്ക്കുക. നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം തരും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ സാക്ഷ്യം പറയാനായി കടന്നു വന്നിരിക്കുന്നത് കോട്ടയം തിരുവഞ്ചൂരിൽ നിന്നാണ്. അർച്ചന സിസ്റ്ററും ഹരി ബ്രദറുമാണ്. പറഞ്ഞാട്ടെ ബ്രദറെ, കർത്താവ് വലിയൊരു അത്ഭുതമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. എങ്ങനെയാണ് ജീസസ് വേൾഡിലേക്ക് കടന്നു വരാനിടയായത്? വൈഫിൻ്റെ അമ്മയുടെ വീടിനടുത്തൊരു ആൻറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ജീസസ് വേൾഡിൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന വീഡിയോ മൊബൈലിൽ കാണിച്ചു. അപ്പോൾ അതിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എന്താണ് വരാനുള്ള കാരണം? എന്താണ് മെയിനായിട്ട് വരാൻ കാരണം, ഞാൻ, എൻ്റെ ചേട്ടനെ, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മോനെ, പെങ്ങളുടെ മക്കൾ, അങ്ങനെ മൊത്തം 5 പേരാണ്. ഞങ്ങൾക്ക് 5 പേർക്കും കുട്ടികളില്ല. നിങ്ങളുടെ കുടുംബത്തിൽ 5 പേർക്ക് കുഞ്ഞുങ്ങളില്ല? ഇല്ല. ബ്രദറിന് എത്ര സഹോദരങ്ങളാണ് ഉള്ളത്? ഞാനും എൻ്റെ ചേട്ടന് 2 പേര്, അച്ഛൻ്റെ അനിയൻ്റെ മോനെ, അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ 2 പേര്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ 5 പേർക്കും കുട്ടികളില്ല. എല്ലാവരും ചേർന്ന് 5 പേർക്കും കുഞ്ഞുങ്ങളില്ല? ഇല്ല. ഓക്കെ. ബ്രദറിന് വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 4 വർഷമായി. അപ്പോൾ വൈഫ് 2 കൊല്ലമായിട്ട് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ഒരു പ്രാവശ്യം ആദ്യമേ ഒന്ന് അബോട്ടായി പോയായിരുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലായിരുന്നോ? ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. എന്താണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് വേറെ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, 2 പേരുടെയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ആദ്യമേ ഒന്ന് ഉണ്ടായിട്ട് അത് അബോട്ടായി പോയി. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു ഇഷ്യൂ നേരത്തെ തന്നെ ഞങ്ങളോട് ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു നമുക്കുണ്ടായെന്ന് പറഞ്ഞാലും. അതായത് ഒരു പാരമ്പര്യം എന്നൊരു പ്രയാസം പോലെ കുടുംബത്തിൽ 5 മക്കൾക്ക് കുഞ്ഞുങ്ങളില്ല. ബ്രദറിനും ആദ്യം ഉണ്ടായ കുഞ്ഞ് അബോട്ടായി പോകാനിടയായി. ഓക്കെ. അങ്ങനെ പ്രയാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു സിസ്റ്റർ പറഞ്ഞിട്ട് നമ്മുടെ ചർച്ചിലേക്ക് വരുന്നത്. ഏത് മീറ്റിംഗിലേക്കാണ് വന്നത്? ഞാൻ ആദ്യം അവിടെ കോട്ടയത്തെ മീറ്റിങ്ങിലാണ് വരുന്നത്. ഓക്കെ. മാമൻ മാപ്പിള ഹാളിലാണ് ആദ്യം വരുന്നത്. അത് പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. പിന്നെ തിരുവല്ലയിൽ ഈ ഹാളിൽ തന്നെ ഇതിനു മുമ്പ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഓക്കെ. എപ്പോഴാണ് ലാസ്റ്റ് കൺസീവ് ആയത്? തിരുവല്ല മീറ്റിംഗിന് വരുമ്പോൾ ജോൺ ബർദൂത് പറഞ്ഞായിരുന്നോ? ആ മീറ്റിംഗിൽ എന്താ സംഭവിച്ചെന്ന് പറയാമോ? എറണാകുളത്തെ മീറ്റിംഗിൽ അത് കഴിഞ്ഞ് പോയപ്പോൾ ഇവളോട് ആ സ്റ്റേജ് വെച്ച് തന്നെ ജോൺ ബ്രദർ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം തരും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വിടാതെ ജോൺ ബ്രദറിന്റെ പുറകെ കൂടി അല്ലേ? തിരുവല്ല മീറ്റിംഗിന് വന്നു, തിരുവനന്തപുരത്ത് വന്നു, ലാസ്റ്റ് എറണാകുളം മീറ്റിംഗിൽ വെച്ചും ബ്രദർ പറഞ്ഞിരുന്നു അല്ലേ? ബ്രദർ പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൻസന്തതി തന്നെ ലഭിച്ചു. നിങ്ങൾക്ക് കാണാൻ നമ്മുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുമായിട്ടാണ് ഹരി ബ്രദറും അതുപോലെ അർച്ചന സിസ്റ്ററും ആയിരിക്കുന്നത്. കരമടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പിള്ളേരില്ലല്ലോ, ആ കുടുംബത്തിൽ വേറെ ആർക്കും പിള്ളേരില്ല. അത് പിള്ളേരാവുകയാണല്ലോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഇവിടെ വയറ്റിലോട്ട് കൈവച്ചേ. കർത്താവ്, ഞാൻ ഈ മോൾക്കായി പ്രാർത്ഥിക്കുന്ന ഈ വീട്ടിൽ നിൽക്കുന്ന ഇരുട്ടിൻ്റെ ബലവും കഴിയട്ടെ. ക്രിസ്തു യേശുവിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ അത്ഭുത കരം തൊട്ടാട്ടെ. നീളത്തിൽ ഫ്രണ്ടുള്ളൊരു വീട്, അങ്ങനെ ഒരു വീടായിരുന്നു നിൻ്റെ അപ്പൻ്റെ വീട്. ഫ്രണ്ടിൽ കുറച്ച് നീളം ഇറക്കുക പോലെ, അതിങ്ങനെ തിരിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീളമുള്ളൊരു വീട്, പണ്ടത്തെ ഒരു വീട്, ഫ്രണ്ടിലേക്ക് ഓടി ചായച്ചിട്ടൊരു വീട്. എനിക്ക് 5 ആളുകളെ കാണാം. 5 പേരാണ് നിങ്ങൾ? 5 പേരാ അല്ലേ? ഓ, അതാണ് 5. ഓക്കെ. 5 പേർക്കും പിള്ളേരില്ല? അതിന് കുഞ്ഞുങ്ങളില്ല? 5 പേർക്കും കുഞ്ഞുങ്ങളില്ല. ഇവർ 5 കസിൻസാ. ഇവർ അച്ഛനൊക്കെ 3 പേരാ. അങ്ങനെ 5 മക്കള്. ആ 5 പേർക്കാണ് കുഞ്ഞുങ്ങളില്ലാത്തത്. നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാവും. കാരണം വീട്ടിലുള്ള ശാപങ്ങളാണ് ഇതിൻ്റെ അനന്തരഫലം. അതുകൊണ്ടാണ് പിള്ളേരുണ്ടാവാതെ, സംശയമില്ല. എന്നാൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ ആ സ്ഥിതി അങ്ങ് മാറും. നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരും. നിങ്ങൾക്ക് പിള്ളേരുണ്ടാവും. ഞാനു വേണ്ടി പ്രാർത്ഥിക്കുക. ഫാദർ, റൈറ്റ് നൗ ഞാൻ ഈ വീടിനായി പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ വീടിനോട് വാദിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അഴിയട്ടെ. ഈ വീട്ടിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ.
ആ ബലം പൊട്ടട്ടെ അപ്പാ, പോ. സിസ്റ്ററിന് എന്തോ പറയാനുള്ളത്? ഇല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ കൺസീവ് ആയാലും അത് അബോഷനായി പോകും എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൺസീവ് ആയാലും അബോട്ടായി പോകും. അപ്പൊ 2 വട്ടം കൺസീവ് ആയിട്ടും പോയപ്പോ അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് മീറ്റിങ്ങിന് വന്ന ബ്രദർ പറഞ്ഞു. സിസ്റ്റർ ഭയങ്കര ഭയമായിരുന്നു. പേടിയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോ തന്നെ ബ്രദർ പറഞ്ഞു, എന്നാ സംഭവിച്ചാലും പോകത്തില്ല, കൊച്ചിനെ നിന്റെ ഉദരത്തിൽ വെക്കുവാന്ന് പറഞ്ഞാ പ്രാർത്ഥിച്ച്. എന്ത് സംഭവിച്ചാലും പോകത്തില്ല, കുഞ്ഞിനെ ഉദരത്തിൽ ദൈവം വെക്കുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ജൂണിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഓഗസ്റ്റിൽ ഞാൻ ഇവനെ കൺസീവ് ആയി. ഓക്കെ. ഇപ്പൊ എത്ര മാസമായി കുഞ്ഞിനെ? 3 മാസം. 3 മാസമുള്ള ആരോഗ്യമുള്ള ആൺകുഞ്ഞുമായി നമ്മുടെ മുമ്പിൽ സിസ്റ്റർ ആയിരിക്കുകയാണ്, ബ്രദർ ആയിരിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. 5 പേർക്ക് ആ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നിന്റെ ഉദരത്തിൽ കുഞ്ഞിനെ കർത്താവ് വയ്ക്കുക. ഇനി അടുത്ത മാസം ഇവിടെ സാക്ഷ്യം പറയണം. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. യേശപ്പിച്ച ഇവൾക്കൊരു ആൺ തലമുറയെ ഞാൻ ഇവിടെ ഉദരത്തിൽ വെക്കുക. യേശുവിന്റെ നാമത്തിൽ സൂപ്പർ നാച്ചുറലായി അങ്ങയുടെ അത്ഭുത കാര്യങ്ങൾ ചലിച്ചാട്ടെ. കരമടിച്ചു കർത്താവിന് നന്ദി പറയാം. എന്താ കുഞ്ഞിന്റെ പേരിട്ടിരിക്കുന്നത്? ധ്രുവദേവ്. ധ്രുവദേവ്. സിസ്റ്റർ നഴ്സിംഗ് പഠിക്കുകയാണോ? ഞാൻ ഇപ്പൊ സ്റ്റാഫാണ്. പഠിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു കല്യാണം. പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് കല്യാണം. ഞങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും പോയിട്ടില്ല. എന്നാലും ഫാമിലിയിൽ ഇത്രയും പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കൺസീവ് ആയവർ തന്നെ അബോട്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് ഭരിക്കുന്ന ഒരു ഭയം ഉണ്ടാവും. എന്നാൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. കരം മേടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. എന്താണ് നമ്മുടെ ജോൺ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ നമ്മുടെ സഭയിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി ചില അനുഭവങ്ങൾ ഉണ്ടായി കാണുമല്ലോ. എന്താ നമുക്ക് നിങ്ങൾക്ക് ചർച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രദറിനോട് പ്രാർത്ഥിച്ച അനുഭവങ്ങളെ കുറിച്ച് പറയാനുള്ളത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നുണ്ട്. ആമേൻ. അസാധ്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറച്ചുകൂടെ വരും. ആമേൻ. അതുപോലെ നമ്മളെ തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ നമുക്കൊരു എന്തോ ദേഹത്ത് നമുക്കൊരു ഇത് സംഭവിക്കുന്ന പോലെ നമ്മളെ തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ ദേഹത്ത് എന്തോ സംഭവിക്കുന്നത് പോലെ അറിയാം. ഹല്ലേലൂയ. അത് ബ്രദറിന്റെ കൂടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ഇതുപോലൊരു മീറ്റിങ്ങിന് ബ്രദർ മുമ്പ് പോയിട്ടില്ലല്ലോ? ഇല്ല, ആദ്യമായിട്ടല്ലേ ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് വരുന്നത്? 2 കൊല്ലത്തോളമായിട്ട്. എന്നാൽ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. നമുക്ക് തന്നെ ഒരു പ്രതീക്ഷ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ബ്രദറെ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് ഈ തിരുവല്ല മീറ്റിങ്ങിനും കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഹരി ബ്രദറും അർച്ചന സിസ്റ്ററും ദൈവം ദാനമായി തന്ന ആൺകുഞ്ഞുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്ന് സാക്ഷ്യം പറയുമ്പോൾ ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരുപക്ഷെ നമ്മളെ ഓൺലൈനിൽ കാണുന്നവരും ഓഫ്ലൈനിൽ കാണുന്നവരും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോടാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അത്ഭുത സാക്ഷ്യമാണ്. ബ്രദർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജോൺ ബ്രദർ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ഉദരത്തിൽ കുഞ്ഞിനെ ദൈവം വെക്കുകയാണ്. അത് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സർവശക്തൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ സാക്ഷ്യം അനേകർക്ക് ഒരു ബലമായി തീരാൻ ഇടവരട്ടെ. കരമടിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ നന്ദി പറയാം. താങ്ക് യു ജീസസ്.